ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യ ഈശോയുടെ നാമത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ സമാധാനവും സംരക്ഷണവും സമൃദ്ധമായി വർഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അനുദിനമെന്നോണം നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്ന, നമ്മുടെ വഴികളിൽ പ്രകാശമായി മാറുന്ന ദൈവത്തിന്റെ ജീവനുള്ള വചനം ശ്രവിക്കുവാനും ധ്യാനിക്കുവാനും ഒരുമിച്ചുകൂടുവാൻ അവിടുന്ന് നൽകിയ ഈ നല്ല നിമിഷത്തിനായി നമുക്ക് നന്ദി പറയാം. ഇന്ന് തിരുസഭ പാവങ്ങളുടെ പിതാവും കാരുണ്യത്തിന്റെ പ്രേഷിതനുമായിരുന്ന വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ ഓർമ്മ ആചരിക്കുകയാണ്. തന്റെ ജീവിതം മുഴുവൻ ദരിദ്രർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കുമായി സമർപ്പിച്ച ഒരു വലിയ വിശുദ്ധൻ. അദ്ദേഹത്തിന്റെ മാധ്യസ്ഥ്യം ഇന്ന് നമുക്ക് ഓരോരു സ്നേഹമുള്ളവരെ, ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചന ഭാഗങ്ങൾ വിചിത്രമായ ഒരു സത്യം നമ്മുടെ മുൻപിൽ തുറന്നുവെക്കുന്നുണ്ട്. ഒരു വശത്ത് സഖറിയ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ ദൈവം നൽകുന്ന അതിരുകളില്ലാത്ത സംരക്ഷണത്തിന്റെ ഒരു വലിയ വാഗ്ദാനമുണ്ട്. മറുവശത്ത് ലൂക്കായുടെ സുവിശേഷത്തിൽ തന്റെ പീഡാനുഭവത്തെക്കുറിച്ച് ഈശോ പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയാതെ ഭയന്നുപോകുന്ന ശിഷ്യന്മാരെയും നാം കാണുന്നു. ഈ രണ്ട് ചിന്തകളെയും നമുക്ക് ഒരുമിച്ച് ചേർത്തുപിടിക്കാം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് ഇതുതന്നെയല്ലേ? ദൈവം നമ്മുടെ സംരക്ഷകനാണ്, നമ്മുടെ കോട്ടയാണ് എന്നൊക്കെ നാം വിശ്വസിക്കുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് സഹനങ്ങളും വേദനകളും പ്രതിസന്ധികളും കടന്നുവരുമ്പോൾ എന്തുകൊണ്ട് ദൈവം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഇതാണ്: മനുഷ്യന്റെ യുക്തിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വഴികളിലൂടെ ദൈവം എങ്ങനെയാണ് നമ്മെ സംരക്ഷിക്കുന്നത്? അവിടുത്തെ പദ്ധതികൾ നമ്മുടെ ചിന്തകൾക്ക് അതീതമായിരിക്കുമ്പോൾ എങ്ങനെയാണ് നാം അവനിൽ പൂർണ്ണമായി ആശ്രയിക്കുക? ഈ ഒരു വലിയ ചോദ്യത്തിനുള്ള ഉത്തരത്തിനായി നമുക്ക് ഇന്നത്തെ വചനത്തിലേക്ക് ഹൃദയം തുറക്കാം. ദൈവം നമ്മോട് സംസാരിക്കുവാനും നമ്മുടെ ഭയങ്ങളെയും സംശയങ്ങളെയും അവിടുത്തെ സ്നേഹത്താൽ നിറയ്ക്കുവാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്ക് ഒന്നാം വായനയായി നൽകിയിരിക്കുന്നത് സഖറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഭാഗമാണ്. പ്രവാസത്തിൽ നിന്ന് ജെറുസലേമിലേക്ക് തിരികെ വന്ന ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം നൽകുന്ന പ്രത്യാശയുടെയും സംരക്ഷണത്തിന്റെയും അതിമനോഹരമായ ഒരു ദർശനമാണിത്. നമുക്ക് ആ വചനം ശ്രദ്ധയോടെ ശ്രവിക്കാം. സഖറിയ പ്രവാചകന്റെ പുസ്തകം, അധ്യായം 2, വാക്യങ്ങൾ 5 നിന്ന് 9 വരെയും 14 നിന്ന് 15 വരെയും. ഞാൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ കയ്യിൽ അളവു ചരടുമായി ഒരുവൻ നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, നീ എവിടേക്ക് പോകുന്നു? അവൻ പറഞ്ഞു, ജെറുസലേമിന്റെ നീളവും വീതിയും എത്രയെന്ന് അളക്കാൻ പോകുന്നു. അപ്പോൾ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന ദൂതൻ മുന്നോട്ടു വന്നു. മറ്റൊരു ദൂതൻ അവനെ കാണാനെത്തിയപ്പോൾ അവൻ പറഞ്ഞു, ഓടിച്ചെന്ന് ആ യുവാവിനോട് പറയുക, ജെറുസലേം മതിലുകളില്ലാത്ത ഒരു നഗരം പോൽ. എന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള ഒരു മതിലായിരിക്കും. ഞാൻ അതിന്റെ മധ്യത്തിൽ മഹത്വമായി വർത്തിക്കും. സിയോൻ പുത്രി, ആനന്ദിച്ചാലും ആർത്തുല്ലസിച്ചാലും, ഇതാ ഞാൻ നിന്റെ മധ്യേ വസിക്കാൻ വരുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു. ആ ദിവസം അനേകം ജനതകൾ കർത്താവിനോട് ചേർന്നു നിൽക്കും. അവർ എന്ത് ജനമായിരിക്കും? ഞാൻ നിങ്ങളുടെ മധ്യേ വസിക്കും. കർത്താവിന്റെ വചനം. സ്നേഹമുള്ളവരെ, എത്ര മനോഹരമായ ഒരു വാഗ്ദാനമാണിത്! ഈ ദർശനത്തിന്റെ പശ്ചാത്തലം നാം മനസ്സിലാക്കണം. വർഷങ്ങളുടെ പ്രവാസത്തിനുശേഷം എല്ലാം നഷ്ടപ്പെട്ട് തകർന്നടിഞ്ഞ ഒരു നഗരത്തിലേക്ക് തിരിച്ചെത്തിയ ഒരു ജനതയാണ് ഇസ്രായേൽ. അവരുടെ പ്രതീക്ഷകൾ അസ്തമിച്ചിരിക്കുന്നു. നഗരത്തിന് മതിലുകളില്ല, സംരക്ഷണമില്ല. ഭാവിയെ എന്തിനാണ് ഈ അളവുചരട്ട്? സാധാരണയായി ഒരു നഗരം പണിയുമ്പോൾ അതിന്റെ അതിരുകൾ നിർണയിക്കാനും മതിലുകൾ എവിടെ പണിയണമെന്ന് തീരുമാനിക്കാനുമാണ്
അളക്കുന്നത്. മനുഷ്യന്റെ യുക്തി അതാണ് പറയുന്നത്. സംരക്ഷണം വേണമെങ്കിൽ വലിയ മതിലുകൾ പണിയണം. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയല്ലേ? നമ്മുടെ ഭാവിയെ സംരക്ഷിക്കാൻ നാം എത്രയെത്ര മതിലുകളാണ് പണിയുന്നത്. സമ്പാദ്യം, ഇൻഷുറൻസ്, നല്ല ജോലി, സാമൂഹിക ബന്ധങ്ങൾ, ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിന് ചുറ്റും നാം പണിയുന്ന മതിലുകളാണ്. ഇതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ നമ്മുടെ പൂർണ്ണമായ ആശ്രയം ഈ ഭൗതികമായ മതിലുകളിലാകുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ പദ്ധതിയെ കാണാൻ കഴിയാതെ പോകുന്നു. ഇവിടെയാണ് ദൈവമിടപെടുന്നത്. മതിലുകൾ വേണ്ട എന്ന് ദൈവം ഈയൊരു വാക്യം നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചിടണം. മനുഷ്യൻ പണിയുന്ന കല്ലുകൊണ്ടുള്ള മതിലുകളേക്കാൾ എത്രയോ ശക്തമാണ് ദൈവം തീർക്കുന്ന അഗ്നി കൊണ്ടുള്ള മതിൽ. എന്താണ് ഈ അഗ്നിമതിലിന്റെ പ്രത്യേകത? അത് ശത്രുക്കൾക്ക് ഭീതിപ്പെടുത്തുന്നതുമെന്നാൽ ഉള്ളിലുള്ളവർക്ക് പ്രകാശവും ചൂടും നൽകുന്നതുമാണ്. അത് ജീവനുള്ള മതിലാണ്. അത് ദൈവത്തിൻ്റെ സജീവമായ സാന്നിധ്യമാണ്. മാത്രമല്ല, ഞാൻ അതിൻ്റെ മധ്യത്തിൽ മഹത്വമായി വർത്തിക്കും എന്നുകൂടി ദൈവം വാഗ്ദാനം ചെയ്യുന്നു. പുറത്ത് സംരക്ഷണം മാത്രമല്ല, അകത്ത് അവിടുത്തെ മഹത്വപൂർണമായ സാന്നിധ്യവുമുണ്ടാകും. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഇതാണ്. ഭയത്തിൻ്റെയും പരിമിതികളുടെയും മനുഷ്യനിർമ്മിത മതിലുകൾക്കുള്ളിലും ഒതുങ്ങി ജീവിക്കേണ്ട ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ നോക്കുക. ഏതൊക്കെ കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഭയമുള്ളത്? നിങ്ങളുടെ ഭാവിയെക്കുറിച്ച്, മക്കളുടെ ഭാവിയെക്കുറിച്ച്, സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച്. ഈ ഭയങ്ങളെ മറികടക്കാൻ നിങ്ങൾ എന്തൊക്കെ മതിലുകളാണ് പണിതുകൊണ്ടിരിക്കുന്നത്? ആ മതിലുകൾക്ക് നിങ്ങൾക്ക് പൂർണ്ണമായ സുരക്ഷിതത്വം നൽകാൻ കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് കർത്താവ് നിങ്ങളോട് പറയുകയാണ്, മകനേ, മകളെ, നിന്റെ അളവുചരടുകൾ താഴെ വയ്ക്കുക, നിന്റെ പ്ലാനുകൾ എന്റെ മുൻപിൽ സമർപ്പിക്കുക. നിനക്ക് ചുറ്റും ഞാനൊരു അഗ്നിമതിലായുണ്ടാകും. നിന്റെ ജീവിതത്തിന്റെ കേന്ദ്രത്തിൽ എന്റെ മഹത്വം ഞാൻ പ്രകടിപ്പിക്കും. ഈ വാഗ്ദാനത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഈ ഒരു ചിന്തയുടെ ആഴങ്ങളിലേക്ക്, അതിന്റെ പൂർണ്ണത നമുക്കൊരുമിച്ച് ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 43-ാം വാക്യം മുതൽ 45-ാം വാക്യം വരെയുള്ള വാക്യങ്ങൾ ശ്രവിക്കാം. എല്ലാവരും അവൻ ചെയ്ത കാര്യങ്ങൾ കണ്ട് വിസ്മയിച്ചു നിൽക്കുമ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പറയുന്ന ഈ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. എന്നാൽ ആ പറഞ്ഞതിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലായില്ല. അത് ഗ്രഹിക്കാതിരിക്കത്തക്ക വിധം അതിൻ്റെ പൊരുൾ അവരിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരുന്നു. ആ പ്രസ്താവത്തെക്കുറിച്ച് അവനോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു. കർത്താവിൻ്റെ സുവിശേഷം. സ്നേഹമുള്ളവരെ, ഈ സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത് വളരെ സന്തോഷകരമായൊരു പശ്ചാത്തലത്തിലാണ്. തൊട്ടുമുൻപ് ഈശോ ഒരു അപസ്മാര രോഗിയായ ബാലനെ, എല്ലാവരും സന്തോഷത്തിലാണ്, ആഘോഷത്തിലാണ്. അവർ കരുതുകയാണ്, ഇതാ റോമ സാമ്രാജ്യത്തെ തകർത്തെറിഞ്ഞ് ഞങ്ങളെ സംരക്ഷിക്കാൻ പോകുന്ന, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന മഹത്വപൂർണനായ ഒരു മിശിഹ വന്നിരിക്കുന്നു. സഖറിയ പ്രവാചകൻ പറഞ്ഞ ആ മഹത്വം ഇതാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു. ഈശോ പറയുന്നത് ഒരു നിർണായക സന്ദേശം പോലെ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നു. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നു. ഇത് കേൾക്കുമ്പോൾ ഒരുവന്റെ ജീവിതം പോലെ അനാഥനായി അപമാനിക്കപ്പെടുകയും വേദനകൾ സഹിക്കുകയും മരണത്തെ നേരിടുകയും ചെയ്യുന്നതിൻ്റെ കഥ നമ്മെ മുൻപിലാക്കുന്നു.
ആർക്കെങ്കിലും ധാരാളം പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. വിജയം, അധികാരം, പ്രശസ്തി. എന്നാൽ ഈശോ സംസാരിക്കുന്നത് അതിനു മികവുള്ള അവർ ബുദ്ധിയില്ലാതെയല്ല, മറിച്ച് അവരുടെ മനസ്സിൽ നിർമ്മിച്ച ദൈവത്തിന്റെ പടം തകർന്നു പോകുമെന്ന് ഭയപ്പെട്ടു. അതിന്റെ സത്യം നേരിടാൻ അവർ തയ്യാറായിരുന്നില്ല. ചോദിക്കാൻ പോലും ഭയപ്പെട്ടു. ഇതെന്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു? നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കൂ. നാം എല്ലാം ദൈവത്തോട് പ്രതീക്ഷിക്കുന്നു: പണം, പ്രൊമോഷൻ, കുടുംബസൗഖ്യം, ആരോഗ്യം. എന്നാൽ കാര്യങ്ങൾ നമ്മുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി പോകുമ്പോൾ, സഹനം ആവശ്യമുള്ളപ്പോൾ, നമ്മൾ ശിഷ്യന്മാരെപ്പോലെ ആശയക്കുഴപ്പത്തിലാകുന്നു. ദൈവം കേൾക്കുന്നില്ലേ? അവൻ എന്നെ മറന്നുപോയോ എന്ന് ചിന്തിച്ച് നാം ദൈവത്തിൽ നിന്നും അകന്നുപോകുന്നു. സത്യത്തെ നേരിട്ട് ചോദിക്കാൻ പോലും ഞങ്ങൾ ഭയപ്പെടുന്നു. ഈശോയുടെ സന്ദേശം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സത്യം ഏറ്റെടുക്കാൻ ധൈര്യം പുലർത്തുന്നവരാണ്. ഞാനൊരു ലളിതമായ കഥ പറയാം. ഒരു ഗ്രാമത്തിലെ ശില്പിക്ക് മനോഹരമായ വിഗ്രഹങ്ങൾ നിർമ്മിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ഒരു ദിവസം തന്റെ മകനെ കൂടെ കൊണ്ട് വലിയ ഒരു കരിങ്കല്ല് വാങ്ങി. മകൻ ചോദിച്ചു, "അപ്പാ, ഈ കല്ലിൽ എന്തു പ്രത്യേകതയുണ്ട്?" അപ്പൻ മുസ്കരിച്ചു പറഞ്ഞു, "മകനെ, ഇതിലൊരു മനോഹരമായ രൂപം ഒളിഞ്ഞിരിക്കുന്നു. ഞാൻ അതിനെ പുറത്തുകാട്ടാൻ പോകുന്നു." വീട്ടിലെത്തി ശില്പി കല്ലിനുള്ളിൽ ആഴത്തിൽ കൊത്തുപണി ആരംഭിച്ചു. ഓരോ തല്ലലും കല്ലിനും വേദന നൽകി. കല്ല് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടും പൊട്ടലുകളുണ്ടായി. കല്ലിനുള്ളിൽ നിന്നാൽ പറയുമായിരുന്നു, "എന്നെ മൊഴിയരുത്." എന്നാലും ശില്പി കൊത്തൽ നിർത്തിയില്ല. ആഴ്ചകളായി കഠിനാധ്വാനം ചെയ്തു. അവസാനം ആ കല്ലിൽ നിന്ന് മനോഹരമായ ദൈവരൂപം പ്രത്യക്ഷമായി. മകൻ അത്ഭുതത്തോടെ നോക്കി. പിതാവിന്റെ ക്ഷമയും ദൃഷ്ടിയും സാക്ഷ്യമായി കാണുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. നമ്മൾ ദൈവത്തിന്റെ കല്ലുകളാണ്. നമ്മുടെ ഉള്ളിലെ നല്ലതും വിശുദ്ധിയും പുറത്തെത്താൻ ചിലപ്പോൾ ദൈവം കൊത്തുപണികൾ നടത്തുന്നു. സഹനം, വേദന, നഷ്ടം. ആ സമയം നമുക്ക് ബുദ്ധിമുട്ടായി തോന്നും. എന്നാൽ ദൈവത്തിൽ വിശ്വസിച്ച് പിന്തുണയ്ക്കുമ്പോൾ ആ വേദനകൾ നമ്മെ കൂടുതൽ മനോഹരരാക്കി വിശുദ്ധിയോടെയും ദൈവസാന്നിധ്യത്തോടെയും ചേർത്ത് മാറ്റും. ഈശോയുടെ പീഡനവും പരാജയമല്ല. അത് ലോകത്തെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ മഹത്തായ പദ്ധതിയിലൂടെ നീങ്ങുന്ന ഒരു വഴിയാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളും അവസാനമല്ല. അതിൽ നിന്ന് നാം ശക്തരായി, വിശുദ്ധരായി, കൂടുതൽ നമുക്ക് ഇന്നത്തെ 2 വായനകളെയും ഒരുമിച്ച് ചിന്തിച്ചാൽ ഒരു രഹസ്യമുള്ള സങ്കേതം മനസ്സിലാകുന്നു. ഒന്നാമത്തെ വായനയിൽ ദൈവം നമ്മെ അഗ്നിമതിലിൽ പോലെ സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. സുവിശേഷത്തിൽ ഈശോ നമ്മളെ നമ്മുടെ കഷ്ടതകളിലൂടെ കടത്തുന്നതിനെക്കുറിച്ച് പറയുന്നു. ആദ്യദൃഷ്ട്യാ ഇവ തമ്മിൽ വിരോധമുണ്ടെന്നാണ് തോന്നുക. എന്നാൽ യഥാർത്ഥത്തിൽ മറിവഴിയിലാണ് സത്യവേദി. ദൈവത്തിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് പ്രശ്നങ്ങളോ വേദനയോ ഇല്ലാതാകും എന്ന് പറയുന്നതല്ല. മറിച്ച് ആ കഷ്ടതകളുടെ തീരിലൂടെ കടന്നുപോകുമ്പോൾ പോലും ദൈവം നമ്മെ വിട്ടുപോകില്ല എന്നതാണ്. കുരിശിൽ തളർന്നു വീണ ഈശോയെ താങ്ങിയത് ദൈവത്തിന്റെ അനിശ്ചിതമായ കരങ്ങളായിരുന്നു. അവിടുത്തെ സാന്നിധ്യം കഷ്ടതയുടെ നടുവിലും എന്തുകൊണ്ട് എന്നുള്ള നിരാശഭരിത ചോദ്യത്തിനുപകരം, "കർത്താവേ, ഇതിലൂടെ അങ്ങ് എനിക്കൊക്കെ എന്ത് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു?" എന്ന് ചോദിക്കുക. ഇന്ന് നിങ്ങൾ ഏറ്റവുമധികം അലട്ടുന്ന പ്രശ്നം എന്താണെന്ന് ചിന്തിക്കുക. ആരോഗ്യം, സാമ്പത്തികം, ബന്ധങ്ങൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും. അത് ഈശോയുടെ മുന്നിൽ സമർപ്പിക്കുക. പിന്നെ ഇതുപോലെ പ്രാർത്ഥിക്കുക: ഈശോ,
എന്റെ ജീവിതത്തിൽ ഇതെന്തിനെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഭയത്തിലും ആശയക്കുഴപ്പത്തിലും ആണെങ്കിലും ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. അന്നെന്റെ ചുറ്റും ഒരു അഗ്നിമതിലായി ഉണ്ടെന്നും ഈ സഹനത്തിലൂടെ എന്നെ കൂടുതൽ മനോഹരവും ശക്തവുമാക്കി മാറ്റുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. എന്റെ നിയന്ത്രണം അല്ല, നിങ്ങളുടെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നടക്കട്ടെ. നമുക്ക് ഈ ഒരു സമർപ്പണത്തിന്റെ മനോഭാവത്തിൽ ജീവിക്കാൻ പരിശ്രമിക്കാം. അപ്പോൾ ജീവിതത്തിലെ ഏത് കൊടുങ്കാറ്റും കടന്നുപോകുമ്പോഴും കിടക്കാത്ത പാറ പോലെ നിലനിൽക്കുന്നൊരു ഭവനത്തിന്റെ സദൃശമായി നമ്മുടെ മനസ്സ് സുരക്ഷിതമാകും. നമുക്ക് കണ്ണുകൾ അടച്ച്, കരങ്ങൾ ചേർത്ത്, കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിമിഷം ചെലവിടാം. സ്നേഹവും കാരുണ്യവും നിറഞ്ഞ ദൈവമേ, ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന ഈ വിലപ്പെട്ട വചനത്തിന് നന്ദി പറയുന്നു. നിങ്ങളുടെ അഗ്നിമതിലായ സംരക്ഷണം ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രത്യാശയാൽ നിറക്കുന്നു. കർത്താവായ ഈശോ, പലപ്പോഴും ശിഷ്യന്മാരെപ്പോലെ ഞങ്ങൾ നിങ്ങളുടെ വഴികൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് വിഷമിക്കുന്നു. ജീവിതത്തിലെ വെല്ലുവിളികളും വേദനകളും നമ്മെ ഭയപ്പെടുത്തും, സംശയത്തിലാഴ്ത്തും. എന്നാൽ നിങ്ങളുടെ പീഡ ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ മനസ്സിനെയും നിങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. രോഗികളെ സൗഖ്യപ്പെടുത്തുക, കടഭാരത്തിൽപ്പെടുന്നവർക്ക് വഴികാട്ടുക, കുടുംബങ്ങളിൽ സമാധാനം നൽകുക, ഭാവിയെക്കുറിച്ച് ഭയപ്പെടുന്ന യുവജനങ്ങൾക്ക് ധൈര്യവും പ്രത്യാശയും പകരുക. പാവങ്ങളുടെ പിതാവായ വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ മാതൃകയിൽ മറ്റുള്ളവരുടെ വേദനകളിൽ പങ്കാളികളാകാനും ആശ്വാസം പകർന്നിടാനും ഞങ്ങളെ സഹായിക്കുക. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും നിങ്ങളുടെ കാരുണ്യപൂർണ്ണ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ജീവിതം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് രൂപപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധി, സ്നേഹം, കർത്തൃസാന്നിധ്യത്തിൽ അനുഗ്രഹിക്കട്ടെ.